അല്ല ഇവിടെ ഇപ്പം ഇന്ന് ഇരുടാകാതെ രാത്രിയായി തുടങ്ങി. ഇവരൊക്കെ സാധാരണ രാത്രിയാണല്ലോ കാണൽ. അപ്പോൾ ഏതായാലും വവ്വാൽ കുറച്ച് ദിവസമായിട്ട് ഈ മാങ്ങ നോട്ടിട്ട് ഇന്ന് ഏതായാലും കണ്ണിമാങ്ങ പരിവായപ്പോൾ വവ്വാൽ മാങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ മുറ്റത്തുനിന്ന് എങ്ങനെ പങ്കുവെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരെ ഇവരൊന്ന് കുവഴുണ്ടായ പിന്നെ കുളിച്ചില്ല. അപ്പോൾ ഒന്ന് കുളിപ്പിച്ചെടുക്കാമെന്ന് ഓർത്ത് വേഗം വെള്ളത്തിൽ കൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പാത്രത്തിൽ കയറിയിട്ടുണ്ട്. കണ്ണിമാങ്ങ അച്ചാറാക്കാൻ ഓർത്തിട്ട് കേട്ടോ കണ്ണി പൊട്ടിക്കാണ്ട് എടുത്തത്. സംഗതി ഇവിടെ കണ്ണിമാങ്ങ അച്ചാറിടാൻ അതിനൊന്നും സമയമല്ല. അതൊക്കെ കുറച്ച് അവിടെ ഇരിക്കണമല്ലോ. അപ്പോൾ ഇതാ കണ്ട അരിയുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതാക്കി അതിൻ്റെ സദാ അച്ചാറിടാൻ ഓർത്തിട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞാലേ ഒന്ന് പൊതയൊക്കെ കൊടുത്ത് 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ വിചാരിച്ചിട്ടോ. പിന്നെ നേരെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി ആരും ചോദിക്കാതെ കേട്ടോ, പുതിയ ചീഞ്ചട്ടിയാണ്, ആർക്കും തരൂല കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് കിട്ടോ. പിന്നെ ഇവർക്ക് അയൽക്കൂട്ടം കൂടാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് എത്തിയപ്പോൾ അയൽക്കൂട്ടം തുടങ്ങി മക്കളെ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞളും മുളകും കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഒക്കെ ഇട്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയിട്ടോ. നല്ലൊരു ഇളക്കം അങ്ങോട്ട് ഇളക്കിയിട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ മാങ്ങയും കൂടി അങ്ങ് തട്ടിയിട്ട് നല്ലോണം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഒരാഴ്ചയൊക്കെ വെച്ചാൽ നല്ല ഉപ്പും മുളകും പിടിച്ച് നല്ല രുചിയായി കിട്ടും കേട്ടോ. ഇവിടെ പിന്നെ ഒരാഴ്ച പോയിട്ടൊരു 2 ദിവസം അത്രയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ചധികം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ വിനാഗിരി ഒഴിക്കില്ല കേട്ടോ. അപ്പോൾ നേരെ കുപ്പിയിലാക്കി വെച്ചാൽ ഒരാഴ്ച വെച്ചാൽ ഉപ്പും മുളകൊക്കെ പിടിക്കും. പക്ഷെ ഇവിടെ ഒരാഴ്ച ഒന്നും ഇരിക്കില്ല. ഇവിടെ 2-3 ദിവസം അത്രയേ ഉള്ളൂ കൂടിയാൽ കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല കഞ്ഞിയും ചക്കയും നല്ല മഴയും കൂടെ ഉണ്ടാവണം. അടിപൊളി രുചിയായിരിക്കും കേട്ടോ ഇങ്ങനെ കോരിങ്ങനെ കുടിക്കാൻ. സംഗതി എന്തായാലും നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വേഗം ഉണ്ടാക്കി നോക്കണേ. ഇനിയും ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്ത് സഹായിക്കണേ.